അപ്പോൾ അതാ നമ്മൾ ലീഗിന്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. നല്ല അടിപൊളി ഡോറ്. ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ ഇങ്ങനെ പ്രധാന ലോക്കുള്ള ഒരു ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ഹാളിൽ നിന്ന് നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ ആദ്യം ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതിനും ഡോറെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഗുണഭോക്താക്കൾക്ക് കഴിയുന്ന തരത്തിൽ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം. അവിടെ ഇതാ വാഷ് ബേസിനിൽ വെള്ളം വരെ എത്തിയിട്ടുണ്ട്. ക്ലോസറ്റൊക്കെ ഇപ്പം തന്നെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള തരത്തിലാണ് ഉള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത റൂമിലേക്ക് കിടക്കുകയാണ്. അടുത്ത റൂമിലേക്ക് ഒരു ചെറിയ പാസേജ് ഉണ്ട്. ആ ചെറിയ പാസേജിൽ കൂടി നമ്മൾ കടന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എത്തുന്നത് ഒരു കോമൺ ബാത്റൂം. നമുക്ക് കാണാം, ഇതാ ഒരു കോമൺ ബാത്റൂം. അവിടെയും ഒരു വാഷ് ബേസിനും ക്ലോസറ്റും ഉണ്ട്, വെള്ളമുണ്ട്. ഇതാ അവിടെയും വെള്ളമുണ്ട്, കണക്ഷനൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ പോകുന്നത് വേറൊരു ബെഡ്റൂമിലേക്കാണ്. നല്ല സ്പേസി ആയിട്ടുള്ള ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ ജനാലയ്ക്കരികിൽ നിന്ന് കഴിഞ്ഞാൽ അയൽവാസിയുടെ വീട് നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് വേറൊരു റൂമിലേക്കാണ്. ആ റൂമിന്റെ ജനാലയ്ക്കരികിൽ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫ്രഷ് എയർ കിട്ടുന്ന ഇതാ ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതാണ്. അവിടെ ഇപ്പൊ ലോക്കാണ്, നമുക്കതൊന്ന് മാറ്റാം. ഇതാ നല്ല ബാക്കിൽ നല്ല കാപ്പിപ്പൂവിന്റെ മണമുണ്ട് കേട്ടോ. അടിപൊളി കാപ്പിപ്പൂവിന്റെ മണമാണ്. അതൊരു സ്വകാര്യ തോട്ടമാണ്. അങ്ങനെയാണ് ഓരോ വീടിനും ഫ്രണ്ട് റോഡും. അതുപോലെ തന്നെ പിന്നെ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ അടുക്കള ഇതാ ഇതൊരു കോമൺ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കിച്ചണിന്റെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. അവിടെയും ഇത് അടുക്കളയിലൊക്കെ വന്നു കഴിഞ്ഞാൽ താമസയോഗ്യമാക്കാൻ പാകത്തിന് പിറ്റേ ദിവസം താമസിക്കാൻ പാകത്തിന് വെള്ളമൊക്കെ കണക്ഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് തുറന്നു കഴിഞ്ഞാൽ പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാപ്പിത്തോട്ടം, നല്ലൊരു തോട്ടമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഫ്രഷ് എയർ. അപ്പോൾ ഒരു പ്രൈവസി കിട്ടും എല്ലാ വീട്ടുകാർക്കും. തൊട്ടടുത്തടുത്ത് വീടുകൾ വേറെയുണ്ട്, അയൽവാസികളുമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പം അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള 8 സെന്റ് സ്ഥലത്തിലുള്ള ഒരു വീടാണ് ലീഗ് നിർമ്മിച്ച് നൽകുന്നത്. എല്ലാവരും ലീഗിന്റെ വീടിനെ സംബന്ധിച്ച് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടും കൂടെ ഒന്ന് കാണിക്കാം നമുക്ക്. ഇതിന്റെ ഫ്രണ്ട് വരുമ്പോൾ ഇതാണോ, മനോഹരമായൊരു ഫ്രണ്ടേജ് ആണുള്ളത്. മറ്റ് വീടുകളൊക്കെ അവിടെ നമുക്കിങ്ങനെ കാണാം. എല്ലാവർക്കും അവരുടേതായ ഒരു പ്രൈവസിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ലീഗിന്റെ വീട് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുകയാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം എല്ലാവരും ചോദിച്ചിരുന്നല്ലോ ലീഗിന്റെ വീട് എന്തായി എന്ന്.